പോണ പോക്കിലേ ഇവിടുത്തെ ഒരു കൃഷി കണ്ട്. അപ്പൊ ഈ ഒരു ഇത് എന്ന് പറഞ്ഞാല് കർഷകർക്കുള്ളതാണ്. അതെ, കർഷകരായ ആൾക്കാർക്ക് നമ്മളെ ചങ്കൾക്കും വേണ്ടി കാണിച്ചു കൊടുക്കാണ്. ഈ ഒരു ഭാഗത്തുള്ള ഇഞ്ചി കൃഷിയാണ് ഇപ്പൊ കാണുന്നത് കേട്ടോ. അതും ഫുള്ള് സ്പ്രിംഗ്ലർ ഒക്കെ വെച്ചിട്ടാണ് ഈ നനയ്ക്കുന്നത് കേട്ടോ. സ്പ്രിംഗ്ലർ വെക്കാറ് ഇങ്ങനെ പറന്ന് പിടിച്ച് വെള്ളം വെറുതെ പോകല. അവിടെ നോക്കിയാൽ അതിന്റെ കറക്റ്റ് അതിന്റെ ചോട്ടിന് ചെറിയതായിട്ട് ഇങ്ങനെ പോകുന്നത്. പിന്നെ വേറെ കാര്യം എന്താ വെച്ചാല് ഈ സ്ഥലത്തിന്റെ ഉടമയാന്ന് തോന്നുന്നത്, ഉടമേന്റെ വീടാന്ന് തോന്നുന്നത് അല്ലേ? വീടാണോ ഇനി എന്തേലും പണിക്കാര് നിക്കണ ഷെഡ് അങ്ങനെ വീടാണോന്നുള്ള അറിയില്ല. നമ്മളെ നാട്ടിലൊരാക്കൊരു ഇതേപോലെ ഒരു 4 ഏക്കർ 5 ഏക്കർ സ്ഥലമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഓരോ വീട് എത്ര വലിപ്പം ഉണ്ടാവും. അതേപോലെ ഈ ഒരു ഭാഗത്ത് നോക്കണേ, ഈ ഒരു ഭാഗത്തും ഇതേപോലത്തെ വീടുകളൊക്കെ ആ ഒരു ഭാഗം മൊത്തം അവരുടെ തന്നെയാന്ന് തോന്നുന്നു അല്ലേ? നല്ല അടിപൊളി കാഴ്ചകളൊക്കെയാണ് നമ്മളെ ഈ ഒരു ഏരിയ കൂടെ കാണുന്നത്. ചെറിയ വീടില്ലേ, നല്ല സ്റ്റൈലുള്ള ഒരു വീട് കേട്ടോ. പണ്ടത്തെ ഒരു മോഡല് ആ ഒരു രീതിയിലുള്ള എല്ലാ വീട്ടിലും ഇതാണ്. ഇതേപോലെ പശുക്കൾ ഉണ്ടാവും അല്ലേ? പശുണ്ട്. ആ ഒരു ഭാഗത്തേക്ക് പാടൊക്കെ ഉഴുത് മറച്ചിട്ടിട്ടുണ്ട് അല്ലേ? അവിടെ പുതിയ കൃഷി വരും. അവിടെ എന്തൊക്കെയോ കൃഷിയൊക്കെ ചെയ്യാനുള്ള പോണ വഴി ഫുള്ള് കൃഷികളാണ്. ഇതേപോലെ കുഞ്ഞു വീടുകൾ, അതൊക്കെയാണ് രസങ്ങളിലെ സംഭവം. വീടിന്റെ മുന്നിൽ കോലെല്ലാം വരച്ചിട്ടുണ്ട്. അത് ചെടികളിലോട്ട് നമുക്ക് അങ്ങോട്ട് കാണാത്ത കേട്ടോ. അപ്പുറത്തെ വീട്ടിലത്തെ അയാൾ കുറച്ച് റിച്ച് ആണ്. ഇഞ്ചി അയാൾ തന്നെയാന്ന് തോന്നുന്നു. അവര് വാർപ്പിന്റെ വീടാക്കിയിട്ടുണ്ട്. അപ്പുറത്തെ ഇഞ്ചി കൃഷി ഉണ്ട്. പിന്നെ അങ്ങനെയൊക്കെയാണ് ആ ഭാഗത്ത്. കാറുണ്ട്. കുറച്ച് റിച്ച് ആണ്. പിന്നെ കവുങ്ങ് നമുക്ക് ഈ ഒരു ഏരിയയിൽ പറ്റുന്നില്ല. ചൂട് കൂടുതലുള്ള സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ കവുങ്ങെല്ലാം കാണുമ്പോ ഒരു ഉഷാറില്ല. ബസ്സൊക്കെ വരുന്നുണ്ടല്ലേ, എന്ത് രസം. പെരും സ്പീഡല്ലേ. മടിക്കേരിയിലോട്ടാണ് പോണത്. എവിടേക്കാ? മടിക്കേരി. ഇവിടെ ഹെൽമെറ്റ് ഒന്നും നിർബന്ധമല്ല കേട്ടോ. ഓട്ടോയൊക്കെ ആണെങ്കിൽ ഇഷ്ടം പോലെ ഓട്ടോയും വണ്ടികൾ ഭയങ്കര സ്പീഡിൽ പോകണം. ഞാൻ എന്താ പറയാ, അവിടെ ഒരു കവുങ്ങ് തോട്ടം ഉണ്ടായിരുന്നു, അത് കാണിക്കാൻ വേണ്ടി നിർത്തിയായിരുന്നു. പക്ഷെ അത് എന്താ വെച്ചാല് റോട്ടിൽ നിന്ന് തന്നെ ക്ലിയർ ആയിട്ട് കിട്ടുന്നില്ല. അതെന്താ വെച്ചാൽ ഫുൾ ഉണങ്ങി ഇങ്ങനെ ഒരു അത്ര ഒരു സുഖമല്ല. ഒന്നും വേണ്ട, ഇവിടുന്ന് അങ്ങോട്ട് നോക്കിയാൽ തന്നെ കാണാം തൈകള്. ഒന്ന് രണ്ട് കൊല്ലൊക്കെ ആയ കവുങ്ങാണ്. പക്ഷെ അതൊന്നൊരു ഉഷാറില്ല അങ്ങോട്ടൊന്നും. അപ്പൊ നമ്മൾ ഓരോ സ്ഥലങ്ങൾ എടുക്കുമ്പോൾ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കണം അല്ലേ, ഓരോ കൃഷിക്കൊക്കെ പറ്റുന്ന മണ്ണുള്ള സ്ഥലങ്ങളാണോ. വേറെ കാര്യമുണ്ട്, എന്ത് കൃഷിക്കും പറ്റിയ സ്ഥലം നിരന്ന സ്ഥലമാണ്. കുന്നും മലയും കയറി നടക്കണ്ട.